ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായ ഇൻദോറിലെ ചപ്പൻ ദുക്കാൻ എന്ന ഫുഡ് സ്ട്രീറ്റിൽ എത്തിയിരിക്കുകയാണ് ഞാൻ. മനോഹരമായ ഒരു ഫുഡ് സ്ട്രീറ്റ്. ഒരു കാലത്ത് വലിയ തിരക്കുള്ള തെരുവായിരുന്ന ഒരു പ്രദേശത്തെ ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും നടക്കാനുമുള്ള ഇടമാക്കി മാറ്റിയിരിക്കുന്ന സുന്ദരമായ കാഴ്ചയാണിത്. കുടുംബസമേതം വന്നിരിക്കാനും വൈകുന്നേരം ആഘോഷമാക്കാനും ഒരിടം. പുലർച്ചെ 3 മണിവരെ ഇവിടം ഈ വിധം സജീവമായിരിക്കും. ഇതാണ് യഥാർത്ഥ ഫുഡ് സ്ട്രീറ്റ്. ഉത്തരേന്ത്യയിൽ യാഥാർത്ഥ്യമായ ഈ സംവിധാനം കേരളത്തിൽ വരാത്തതിന് കാരണമുണ്ട്. ഫുഡ് സ്ട്രീറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പ്രതിഷേധവും പ്രകടനവും നടത്തുന്ന ആളുകളുണ്ട് കേരളത്തിൽ. അക്കാര്യത്തിൽ എനിക്ക് വലിയ നിരാശ തോന്നി. അതുകൊണ്ടാണ് യഥാർത്ഥ ഫുഡ് സ്ട്രീറ്റ് എന്താണെന്ന് കാണിക്കാൻ തീരുമാനിച്ചത്. സ്ട്രീറ്റിന്റെ 2 വശങ്ങളിലും ഭക്ഷണശാലകളാണ്. പനീർ ടിക്ക, പൊട്ടറ്റോ ട്വിസ്റ്റർ, ഇങ്ങനെ പലവിധ സാധനങ്ങൾ. നോൺ വെജ് പൊതുവെ കുറവാണ്. പല വിഭവങ്ങൾ. വെജിറ്റേറിയൻ കൂടുതലാവാൻ കാരണം ഇവിടുത്തുകാർ പൊതുവെ സസ്യാഹാരികളായതാവാം. ഓരോ സ്റ്റാളും വൃത്തിയിലും ഭംഗിയിലും ഒരുക്കിയിരിക്കുന്നു. ഞാൻ ദോശ ക്രാഫ്റ്റ് എന്ന് ബോർഡ് വെച്ച കടയിലേക്ക് ചെന്നു. വിവിധ ഇനം ദോശകളാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ കാണുന്ന തരം ദോശയല്ല. ഇതിങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നിൽക്കുന്നത് തന്നെ ഗംഭീരമായൊരു അനുഭവമാണ്. ചീസും മറ്റും ധാരാളമായി ചേർത്തുണ്ടാക്കുന്ന ദോശയാണ്. അത് മടക്കി ഒടിച്ചല്ല പാക്ക് ചെയ്യുന്നത്. ഒരു ദോശ ത്രികോണാകൃതിയിലുള്ള പല കഷ്ണങ്ങളായി മുറിച്ചെടുക്കുന്നു. അത് മറ്റൊരാളുടെ ജോലിയാണ്. ഇങ്ങനെയാണ് നിർമ്മാണം. ആദ്യം മാവൊഴിച്ച് ദോശ നന്നായി ഒന്ന് പരത്തും. ഇനി ഇതിനു മുകളിൽ പല സാധനങ്ങൾ വിതറും. ആ സാധനങ്ങൾക്കനുസരിച്ചാണ് ദോശയുടെ പേര്. ആദ്യം മസാലക്കൂട്ടുകൾ, പിന്നെ ബട്ടർ, എന്തൊക്കെയോ പൊടികൾ. ഒടുവിൽ ചീസ് കൂടി ചേർക്കുന്നതോടെ ഇത് ചീസ് മസാല ദോശയാവുന്നു. പച്ചക്കറികൾ നേരത്തെ തന്നെ അരിഞ്ഞുവെച്ചിട്ടുണ്ട്. തക്കാളി, സവോള, മല്ലിയില തുടങ്ങിയവ. പിന്നെ അല്പം പുഴുങ്ങിയ ചോളവും. അതിനു മുകളിൽ ഏതാനും സോസുകൾ ഒഴിച്ചു. അതോടെ വിഭവം കോൺ ചീസ് ദോശയാവുന്നു. എന്തൊക്കെയാണ് ചേരുവകളെന്ന് എനിക്കും പിടികിട്ടിയില്ല. പലതരം ദോശകൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അങ്ങേയറ്റത്ത് ചൈനീസ് ചോപ്സ് ആണ് തയ്യാറാവുന്നത്. അതിൽ പ്രത്യേക തരത്തിലുള്ള എന്തെല്ലാമോ മസാലക്കൂട്ടുകളാണ് ചേർക്കുന്നത്. നടുവിലെ കല്ലിൽ ചീസ് മസാല ദോശ തയ്യാറാവുന്നു. ചീസും മസാലയുമൊക്കെ ഇട്ട് അത് നന്നായി ഒന്ന് പരത്തും. നമ്മുടെ മസാലദോശ പോലെയല്ല. ഇതാണ് കോൺ ചീസ് മസാലദോശ. മസാലയും ചീസും ബട്ടറുമെല്ലാം കൂടി ചേർത്ത് നല്ലവണ്ണമൊന്ന് കുഴച്ചെടുക്കുന്നു. ഈ പാചകം കണ്ടു നിൽക്കുന്നത് തന്നെ ഗംഭീരമായൊരു അനുഭവമാണ്. ദോശയ്ക്ക് മുകളിൽ മസാലയെല്ലാം കൂടി ഒരു പാത്രം കൊണ്ട് മൂടിവെക്കും. ആവിയിൽ നന്നായി ഒന്ന് വേകാനാണ്. നടുവിലെ ചീസ് മസാല ദോശയിൽ മസാലയാണ് കൂടുതൽ. പുഴുങ്ങിയ ഉരുളക്കിഴങ്ങും മറ്റുമുണ്ട്. ഈ പാചകം നല്ലൊരു കലാപരിപാടി തന്നെയാണ്. ഇതിലെല്ലാം ചീസ് ധാരാളമായി ചുരണ്ടിയിടും. അങ്ങേയറ്റത്തെ ചൈനീസ് ചോപ്സിലും ചീസ് വിതറിയിട്ടുണ്ട്. പിന്നെ മടക്കിയെടുക്കുന്നു. ഇങ്ങനെ തന്നെ ആവശ്യക്കാർക്ക് നൽകുകയല്ല. വീണ്ടും ചെറു കഷ്ണങ്ങളായി മുറിക്കുന്നു. പിന്നെ അലൂമിനിയം ഫോയിൽ പാത്രത്തിലാക്കുന്നു. ഇങ്ങേയറ്റത്തെ കോൺ ചീസ് മസാല ഇടയ്ക്കിടെ ഇങ്ങനെയൊന്ന് ഇളക്കിയിടുകയും മസാല നന്നായി പരത്തുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് ചട്ടകം കൊണ്ട് പല കഷ്ണങ്ങളായി മുറിക്കുന്നു. ഒരിക്കൽ കൂടി ചീസ് ചുരണ്ടിയിടുകയായി. അതോടെ ദോശയുടെ രുചി തന്നെ മാറും. കണ്ടു നിൽക്കുന്നവരിൽ കൊതി ഉണർത്തുന്ന പാചകം. ഇതുപോലെയാണ് ഇവിടെ 56 കടകളിലും ഓരോ വിഭവവും തയ്യാറാവുന്നത്.
ഇങ്ങനെ ഇഷ്ടഭക്ഷണം കൺമുന്നിൽ ഉണ്ടാക്കി വാങ്ങുന്നതും കഴിക്കുന്നതും എങ്ങനെയാണ് സദാചാര ലംഘനമാവുന്നത്? ഒരു സ്റ്റാളിന്റെയും അകത്തിരുന്ന് ആരും ഭക്ഷണം കഴിക്കുന്നില്ല. അതെല്ലാം ഭക്ഷണമുണ്ടാക്കാനുള്ള ഇടങ്ങൾ മാത്രമാണ്. ഇങ്ങനെ മനോഹരമായി ഒരുക്കിയിട്ടിരിക്കുന്ന തുറന്ന സ്ഥലത്തെ ബെഞ്ചുകളിലിരുന്നാണ് കഴിക്കുക. നല്ല വൃത്തിയുള്ള പ്രദേശം. കൊതുകില്ല, ഈച്ചശല്യമില്ല, ദുർഗന്ധമില്ല. ഇത് ഇന്ത്യയിലെ ഒരു പട്ടണമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ചിലർക്കെങ്കിലും മടി കാണും. ഇത്തരത്തിലാണ് കേരളത്തിലെ ഫോർട്ട് കൊച്ചിയും മട്ടാഞ്ചേരിയും കോഴിക്കോട്ടെ മിഠായി തെരുവും ഒരുക്കേണ്ടത്. 1-2 ഫുഡ് സ്ട്രീറ്റുകൾ കേരളത്തിലെ എല്ലാ നഗരത്തിലും ഉണ്ടാവണം. സായന്തനങ്ങളിൽ വീട്ടിൽ അടച്ചിരിക്കാതെ നമ്മുടെ കുടുംബങ്ങൾ പുറത്തിറങ്ങട്ടെ. പലതരം ആളുകൾ എങ്ങനെ ജീവിക്കുന്നെന്ന് കാണട്ടെ. അതിനുള്ള ഒരു സ്ഥലമാണിത്. പൊടിയില്ല, ഫോണടികളില്ല, ബഹളങ്ങളില്ല. ഇത് ഇന്ത്യയിലാണ്. ചില മലയാളികളെങ്കിലും പുച്ഛത്തോടെ കാണുന്ന മധ്യപ്രദേശ് എന്ന സംസ്ഥാനത്തെ കാഴ്ചയാണ്. ബൈക്കിലാണ് ബഹുഭൂരിപക്ഷം ആളുകളും ഇവിടേക്ക് വരുന്നത്. സാധാരണക്കാരാണ് വരുന്നതെന്നാണ് അതിന്റെ അർത്ഥം. സാധാരണക്കാർക്ക് യൂറോപ്യൻ നിലവാരത്തിൽ ജീവിക്കാനുള്ള അവസരമൊരുക്കുകയാണ് ഇത്തരം സംവിധാനങ്ങളിലൂടെ. വെറുതെയല്ല ഇവിടെയൊക്കെ ഭരണത്തിലുള്ളവരെ തന്നെ പിന്നെയും പിന്നെയും ജനങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നടന്ന് ചപ്പൻ ദുക്കാന്റെ പുറത്തെ തെരുവിലേക്കെത്തി. ഇവിടെ കുതിരക്കാരും പഞ്ഞിമിഠായി വിൽക്കുന്നവരുമെല്ലാമുണ്ട്. കുതിരപ്പുറത്തിരുന്ന് ധീരതയോടെ ഫോട്ടോ എടുക്കുന്നു ചിലർ. കുതിരയാകട്ടെ ലജ്ജയോടെ തല കുമ്പിട്ട് നിൽക്കുന്നു. നൂറുകണക്കിന് ബൈക്കുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഫുഡ് സ്ട്രീറ്റിന് അനുബന്ധമായി ഒരുക്കിയിട്ടുണ്ട്. സാധാരണക്കാരുടെ വാഹനം പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്, അല്ലാതെ കാർ പാർക്ക് ചെയ്യുന്ന ഇടമല്ല. ചെറിയ കുടുംബങ്ങൾ സായന്തനങ്ങളിൽ ഇവിടേക്ക് വരുന്നു. അവർക്ക് ആഘോഷിക്കാനുള്ള ഒരു സ്ഥലം. എന്തു നല്ലൊരു ആശയമാണത്. പഞ്ചാബ് റാവു കാറുമായി ഇവിടെയുണ്ട്. അതിൽ കയറി